ചില മേഘം നമ്മുടെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മൂടൽ നിൽക്കണം. കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലാവുകയും ചെയ്യും. വലിയ വലിയ മരങ്ങളാണ് കേട്ടോ, വലിയ മരങ്ങൾ. ബ്രൗൺ കളറിൽ ഗോൾഡൻ കളറിൽ കാറ്റടിച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം. നമ്മള് ഇത്ര ഉള്ളിലേക്ക് കയറിയിട്ട് വന്നോണ്ടായിരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ എഫിൻ. എന്തൊക്കെയുണ്ട് വിശേഷമാണ്? സുഖം എല്ലാവർക്കും. നമ്മളിന്ന് ചെറുതായിട്ടൊരു സോളോ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ സോളോ ട്രിപ്പ് പോകുന്നത് നമ്മൾ ബൈസിക്കിളിലാണ്. ഇപ്പോൾ കറണ്ടിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പീറ്റർബറോയിലുള്ള മസ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ലൊക്കേറ്റ്. നമ്മുടെ വീട്ടിൽ തന്നെയാണ്, നമ്മുടെ വീട്ടിലുള്ള സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. സമയം ഏകദേശം ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ഒരു 22-21 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അത്ര അധികം ചൂടില്ല. അപ്പോൾ അതൊരു കാരണമാണ് നമുക്ക് പുറത്തേക്ക് നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ചെറിയ ട്രിപ്പ് അടിക്കാനുള്ള ഒരു പരിപാടി. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള റോയിങ് ആൻഡ് കനോയിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിനിയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോണ്ടാണ്. അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞാനതിൻ്റെ മാപ്പ് റൂട്ടിക്ക് ഞാൻ കാട്ടിത്തരാം. പക്ഷേ അത് മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കാണാം സൈക്കിൾ റൂട്ടാണ്. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് നേരിട്ട് നമുക്ക് നേരെ പോകാവുന്ന ഒരു റൂട്ടാണ്. കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. നല്ല നൈസ് വ്യൂ ആണ് ഇവിടെ കേട്ടോ. ഇവിടെ നമുക്ക് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു പോരാവുന്നൊരു സെറ്റപ്പിലാണ് ഈ റോഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ. സൈക്കിൾ എന്ന് പറഞ്ഞ റോഡ് സൈക്കിളാണ്. ബാരക്കൂഡ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അതായത് ബാരക്കൂഡ സീരീസിൻ്റെ തന്നെ ടീം റെപ്ലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം വെയിൽ കുറയും. അപ്പോൾ നമ്മൾ സൈക്കിൾ നമ്മുടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് സൈക്കിൾ എടുത്ത് പോയിട്ട് ഫോണൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. നമുക്ക് അപ്പോൾ സൈക്കിൾ റെഡി ആയിട്ടുണ്ട്. സൈക്കിൾ അപ്പോൾ സെറ്റാണ്. നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, നല്ല റെഡിയാണ്. നൈസായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് പുറത്തേക്ക് നമുക്ക് നടക്കാം. ഇത് പോയാലോ പതുക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫോൺ വെച്ചു, സൈക്കിളും റെഡിയാണ്. അപ്പോൾ സെറ്റല്ലേ. വീടിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പതുക്കെ നമ്മുടെ റോഡിലേക്ക് കയറണം. റോഡിലേക്ക് കയറിയാലാണ് നമുക്ക് സൈക്കിൾ റൂട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സൈക്കിൾ റൂട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം. രാവിലെ ആയതുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ നീങ്ങാണ്. അപ്പോൾ വീടിന് അവിടെ നിന്ന് കറക്കണ സമയത്ത് ചെറിയ ഗ്യാപ്പുകളുണ്ട്. അതുപോലെ വീടിനുള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചാടിച്ച് കടന്നതിന് ശേഷം നമുക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. രാവിലെ ആയതുകൊണ്ട് നമ്മൾ പോണ സമയത്ത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഗ്രൗണ്ടാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഗ്രൗണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടാണ്. നല്ല അടിപൊളി ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൈക്കിളിനും അതുപോലെ തന്നെ പെഡസ്ട്രിയൻസിനും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴിയാണ്. ഓക്കെ. പിന്നെ നമുക്ക് കുറച്ചുകൂടി കടന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് റോഡിലുള്ള സൈക്കിളിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലേക്ക് കയറും. ഓക്കെ. ഇതൊക്കെ പെഡസ്ട്രിയൻസാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി റൂട്ടൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ 2-3 പ്രാവശ്യം ആ റൂട്ടിലൂടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ട് നമുക്കില്ല. റൂട്ട് ആക്ച്വലി അറിയുന്നത് തന്നെയാണ്. നല്ലൊരു സീനറി ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. മാപ്പ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 3.5 മൈൽസാണ് നമുക്ക് ടോട്ടൽ വരാം. അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് കഷ്ടിച്ചെടുക്കുള്ളൂ. നമ്മളിപ്പോൾ പതുക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കാം. അതുപോലെ തിരിച്ചു വരുമ്പോഴും. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ ട്രിപ്പുകൾക്ക് പോകുന്ന സമയത്ത് ക്ലൈമറ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സേഫ്റ്റി ഗിയറുകളും വെക്കണം. നമ്മൾ സേഫ്റ്റി ഗിയർ എന്ന് പറയുമ്പോൾ സൈക്കിളിനായിരുന്നിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റാണ് മസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു സൈക്കിൾ റൂട്ടാണ്. അപ്പോൾ ആക്ച്വലി സ്കൂളിലേക്ക് പിള്ളേരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇല വന്ന് മൂടി നിൽക്കുന്നുണ്ട്. ഇരുട്ട് പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വഴികളൊക്കെ കടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കടക്കാൻ വേണ്ടിയിട്ട്. ആ വഴിയിൽ ഓൾറെഡി
കാറുകളൊക്കെ വന്ന് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സൈക്കിളിൽ പോകുന്ന വഴികളിലൂടെ മാക്സിമം പോകാനായിട്ട് നോക്കുക. എന്നാലാണ് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നല്ല വ്യൂ ആണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മേഘങ്ങളൊക്കെ നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് ഒരു വെയിൽ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് വെയിൽ പിന്നെ വീണ്ടും കൂടും. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാറുകളൊക്കെ ഇങ്ങനത്തെ ക്രോസ് ചെയ്യുന്ന വഴികൾ ഈ സമയത്തും വരാം. ഓക്കെ, ഇവിടെ പിന്നെ ഹോൺ അടിക്കുന്ന പരിപാടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ഫുള്ള് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉള്ള ഒരു പാലാണ്. മെയിൻ മോട്ടോർ വേയുടെ മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പാലാണ്. ഭയങ്കര നോയ്സ് ആയിരിക്കും. ഇതേപോലത്തെ ക്രോസിങ് വരുന്ന സമയത്ത് പെഡസ്ട്രിയൻസ് പോകുന്നുണ്ടാവും. പെഡസ്ട്രിയൻസ് പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ്. ടാറിട്ട റോഡ് പോലത്തെ ഉള്ള ഒരു സ്പേസ് അല്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ സൈക്കിൾ റൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് 2 സൈഡിലേക്കും നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് രാവിലെ സ്കൂളിലേക്ക് പിള്ളേരെ ആക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വണ്ടികൾ 2 സൈഡിലും കാണാം. ഭയങ്കര ബ്ലോക്കാണ് ഈ വഴി. 2 സൈഡിലും വണ്ടിയുടെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിർത്തിയിടുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരു പെർട്ടിക്കുലർ ടൈം രാവിലെ 8:30 തൊട്ട് 4:30 വരെയൊക്കെ നിർത്തിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ റൂളിൽ പെട്ടെന്നാണ്. ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ വേണം സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് പറയുമ്പോൾ നമുക്ക് സൈക്കിളൊക്കെ ഉണ്ട്, സ്പീഡ് കൂടുതലാണ്. പക്ഷേ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ പെഡസ്ട്രിയൻസും സൈക്കിൾ റൂട്ടുള്ള വഴികളിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഏത് കാരണവശാലും പിള്ളേരല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നവരൊക്കെ ഒന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം വീണ്ടും നമ്മൾ പേയ്മെൻ്റ് ഉള്ള, അതായത് സ്ലാബ് ഇട്ടിട്ടുള്ള ഒരു വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഓക്കെ, ഈ പോകാൻ പോകുന്ന ലൊക്കേഷൻ്റെ ഒരു ചെറിയൊരു ഭാഗം കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ തൊട്ട് ബാക്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ പോകാൻ പോകുന്ന ക്രോസ് ചെയ്യുമ്പോൾ ഈ ഒരു ജംഗ്ഷൻ ഒരു ചെറിയ പേയ്മെൻ്റ് ഉള്ള സൈക്കിളിൻ്റെ ഒരു ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് സ്ട്രെയിറ്റാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് പോകാൻ വേണ്ടി നമുക്കിവിടെ ഓപ്പോസിറ്റ് ആയിട്ട് കുറേ പേര് നടന്നിട്ടൊക്കെ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. ആകാശം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ മൂടലൊക്കെ ഉണ്ട്. ഓക്കെ, വെയിൽ ഉദിക്കാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിമാരൊക്കെ സ്കൂളിലേക്ക് പിള്ളേരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരങ്ങളുണ്ട് വെറൈറ്റി കളറുള്ള. ഓക്കെ, തൊട്ടപ്പുറത്തും കാണാം. ഇവിടെയൊക്കെ മലയാളികളുടെ വീടൊക്കെ അവിടെ ഇവിടേക്ക് ഉണ്ട്. നമുക്ക് പോരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ മലയാളികളെ കാണാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് വല്ല കറി വയ്ക്കുന്ന മണ, അങ്ങനെ കാച്ചണ മണൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ തന്നെ വലിയൊരു മരം നിൽക്കുന്നുണ്ടല്ലേ, ടു ബിഗ്. ഓക്കെ, നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വഴി തന്നെ. നല്ല നൈസാണ്. രാവിലെ ഇങ്ങനെ പോണത് നല്ലൊരു പരിപാടിയാണ്. നമുക്കൊരു എക്സസൈസ് ആകും ചെയ്യും. സീനറി കണ്ട് പതുക്കെ പോവാം. കാറ്റടിക്കുന്നുണ്ട്, ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. സൗണ്ട് വോയിസ് ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നേരെ സൈക്കിൾ റൂട്ടിലേക്ക് കയറണം.
സൈക്കിൾ റൂട്ടിലേക്ക് കയറിയാലാണ് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ഒരു സൈക്കിൾ റൂട്ടാണ്. സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ നടന്നു വരുന്നവരൊക്കെ ഭയങ്കര കുറവാകും. സൈക്കിളിൽ പോകുന്നവർ തന്നെയായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് പിടിച്ച് പതുക്കെ പോവാണ്. അതിപുരാതനമായൊരു വഴിയാണ്. റൈറ്റ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ കാണാം ഇങ്ങനെ വീഴാറായിട്ടുള്ളൊരു മതിലാണ്. പക്ഷെ അങ്ങനെ വീഴൊന്നുമില്ല. ഇവിടെ അങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടൊക്കെ നിർത്തിയിട്ടൊക്കെയുണ്ട്. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എല്ലാ സ്ഥലങ്ങളും. അങ്ങനെ വീഴാൻ സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന ഷോർട്ട് കട്ടുകളാണ് ഇതൊക്കെ കേട്ടോ. നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ കാണാം ഒരു ചെറിയൊരു കോട്ടേജ് വീട് കാണാം. അവിടെ തന്നെ തൊട്ടപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു കോട്ടേജ് വീട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് 2 സൈഡിൽ നോക്കണം. എന്താ കാരണം വെച്ചാൽ ഇത് മെയിൻ റോഡാണ്. അപ്പോൾ അതൊക്കെ വേണം നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടികൾ ഈ സമയത്തും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റോഡ് മാർക്കിങ്സും സിഗ്നൽസൊക്കെ സൈക്കിളിനും ബാധകമാണ്. സൈക്കിളും ബാധകമാകുന്ന സിഗ്നൽസ് ഉണ്ട്. ഈ കാണുന്നൊരു പോസ്റ്റ് ഓഫീസാണ്, പഴയൊരു പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മൾ ആ പോസ്റ്റ് ഓഫീസൊക്കെ ക്രോസ് ചെയ്ത് പോവാണ്. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ചെറിയൊരു ട്രെയിനിങ് അക്കാദമിയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പരിപാടികളൊക്കെ ഉണ്ടാവും. നേരെ നോക്കിയാൽ കാണാം ഇവിടെ കളിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രായ ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. ഒഴിവ് സമയങ്ങളിൽ എൻ്റർടൈൻമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, കളിക്കുന്നതാണ്. അതുപോലെ തന്നെ കോർട്ടും ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, തൊട്ടപ്പുറത്തൊക്കെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോർട്ടുകളും കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കോർട്ടാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് പിടിക്കണം. വണ്ടികൾ വരുന്നുണ്ടോ നോക്കുക, ക്രോസ് ചെയ്യുക. ഗ്രൗണ്ടുകൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ ആ കാണുന്ന നേരെ കാണുന്നത് ഒരു പുല്ല് വെട്ടാൻ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. പുല്ല് വെട്ടി ഇവിടെ എഴുതി വെച്ചാൽ സൈക്കിൾസ് ക്രോസിങ്. സൈക്കിൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് വേറെ സൈക്കിളുകളും വരാം. സൈക്കിൾ പോകുന്ന വഴി നമുക്ക് മുന്നിലൊരു പയ്യൻ സൈക്കിൾ ഓട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ സൈക്കിൾ റൂട്ടാണ്. അപ്പോൾ ഈ സൈക്കിൾ റൂട്ട് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പോവാം. വേറെ കാറുകളൊന്നും ഇതിൽ കയറി വരില്ല. മെയിനായിട്ട് ഇവിടെ UK യിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളും പോണ റൂട്ടിലൂടെ കാറുകളോ അങ്ങനത്തെ എൻജിൻ മിക്സ് ചെയ്തിട്ടുള്ള വണ്ടികളൊന്നും കയറി വരില്ല. ഒന്നിൽ പെഡസ്ട്രിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സൈക്കിൾസ് ഉണ്ടായിരിക്കാം, പിന്നെ നോർമൽ സൈക്കിൾസ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു വ്യൂ ആണ്. പച്ചപ്പന്നെ രാവിലെ തന്നെ പച്ചപ്പ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര അടിപൊളിയല്ലേ. പക്ഷേ ഈ സമയത്തും വെയിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈക്കിൾ റൂട്ട് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ ഗ്യാപ്പുകൾ കാണാം. ഈ ഗ്യാപ്പുകൾ നമുക്ക് പതുക്കെ വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആക്ച്വലി സ്ലോവിൽ കടക്കാൻ വേണ്ടിയിട്ടാണ്, സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി. ഇത് വീണ്ടും ഒരു സൈക്കിൾ പാത്ത് തന്നെയാണ്. ഇതൊക്കെ സ്ട്രെയിറ്റ് ആണ് കേട്ടോ, സ്ട്രെയിറ്റ് സൈക്കിൾ പാത്ത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതി വഴി ക്രോസ് ചെയ്തിട്ടുണ്ട്, നേരെ പോയിട്ടുണ്ട്. ഇതൊക്കെ സൈക്കിൾ പാത്താണ്. കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് ഭയങ്കര കാട് പിടിച്ചൊരു വഴിയാണ്, കണ്ടാൽ അങ്ങനെ തോന്നും. പക്ഷേ ഇത് എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പുതിയ പുതിയ ലൊക്കേഷനിലേക്ക് അടുത്ത് തന്നെ ഈ റൂട്ട് തന്നെ വരുന്ന കുറേ ലൊക്കേഷൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ലെഫ്റ്റ് പിടിച്ച് പോവുക, നമ്മുടെ സൈഡ് പിടിച്ച് പോവുക. റൈറ്റിലൂടെ ഏത് സമയത്ത് വണ്ടികൾ വരാം. ഇങ്ങനെ വരുന്ന സമയങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട്. നമുക്കിവിടെ കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് നിർത്താൻ വേണമെങ്കിൽ. ചുറ്റും പച്ചപ്പാണ്, ചുറ്റും പച്ചപ്പ്. അടിപൊളിയല്ലേ? മൂടലൊക്കെ അതിന് കയറി വരുന്നുണ്ട്. ചില മേഘം നമ്മുടെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മൂടൽ നിൽക്കണം. കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലാവുകയും ചെയ്യും. വലിയ വലിയ മരങ്ങളാണ് കേട്ടോ, വലിയ മരങ്ങൾ. അപ്പോൾ നമ്മൾ വീണ്ടും സൈക്കിൾ പിടിച്ച് പോകാൻ നമുക്ക്. നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇനി അത്ര അധികം ദൂരം ഇല്ല. ഇനി ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ നമ്മുടെ മെയിൻ സ്പോട്ടിൽ എന്താണെന്നുള്ളൊരു സംഭവം കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര ആരംഭിക്കാം. അപ്പോൾ അധികം സമയം നമ്മൾ കളയുന്നില്ല. നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. ഇവിടെയൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം. ഏത് സമയത്തും അപ്പുറത്തുനിന്നൊരു വണ്ടി അല്ലെങ്കിൽ സൈക്കിൾ കയറി വരാം. ചെറിയ 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 വഴികളൊക്കെ ഇവിടെ ഉണ്ട് ഇടയിൽ കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഭംഗിക്ക് കുറേ ഒരു പെയിൻ്റൊക്കെ ചെയ്തിട്ട്
വാൾ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സബ്വേയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഈ ലേവസങ്ങളും കാണാം. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് കളറിങ് ചെയ്ത് തരുന്നുണ്ട്. കളറിങ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവരെന്നെ പെയിൻ്റ് അടിക്കും, കുറച്ച് വീണ്ടും മാച്ച് കളയും, അടുത്ത പെയിൻറ്റ് വീണ്ടും അടിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ കാണാം ഫുൾ ടാറിട്ട വഴിയാണ്, വേറെ കുണ്ടും കുഴി ചെളി നിറഞ്ഞിട്ടുള്ള വഴിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ആയിട്ട് കാണാം. ഇവിടെ നീൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. നീൻ പാർക്കിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നീൻ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വഴികളാണല്ലോ. ഓക്കെ, തൊട്ടപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ കാട് പോലെയൊക്കെ തന്നെയാണ്, ഫുള്ളും മരങ്ങളാണ്, ചുറ്റും മരങ്ങളാണ്. അപ്പോൾ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വീണ്ടും നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, ചുറ്റും മരങ്ങളാണ് ഇടാ. മരം എന്ന് പറഞ്ഞാൽ പോരെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മരമാണ്. ഈ ഒരു മരത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തും. പതുക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും കാടാണ് കേട്ടോ. ഈ സ്ഥലത്തേക്ക് കയറാൻ പോണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഈ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ചെറിയൊരു വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. മെയിനായിട്ട് കാനോൺ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഒരു വീക്കെൻഡ്സിലും അതുപോലെ തന്നെ ഞായറാഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസും അതുപോലെ തന്നെ ആർമിയിലും നേവിയിലൊക്കെ ട്രെയിനിങ്സ് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം. കണ്ടോ, ഇത് വെള്ളം കെട്ടി ഉള്ളിലേക്ക് നിർത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഉള്ളിലേക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറാം. നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലം. നമ്മൾ ഇത്ര അധികം ഉള്ളിലേക്ക് കയറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ വന്നിരിക്കുന്ന വഴി ക്രോസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിന് അടുത്തേക്ക് അത്ര അധികം എത്തിയിട്ടില്ല. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ താഴ്ചയുണ്ട്. ഉള്ളിലേക്കൊന്ന് ഇറങ്ങണ പരിപാടിൻ്റെ ആലോചിക്കുക പോലും വേണ്ട. ഇതിന് ചുറ്റും ചെറിയ വഴികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് ക്രോസ് ചെയ്ത് ആളുകൾ നടക്കുന്നൊക്കെ ഇനി കുഴപ്പമൊന്നുമില്ല. നേരെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിള് പോകാനുള്ള വഴിയും കാണാം. ഒരു രക്ഷയിൽ അടിപൊളി സ്ഥലം, കിടു. രാവിലെ തന്നെ വന്ന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, കാറ്റ് വീശുന്നുണ്ട്, സൈഡിയോടെ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അപ്പുറത്ത് ഒരു ഗ്രേ കളർ ഷെയ്ഡും പച്ചപ്പുണ്ട്. അപ്പുറത്ത് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മേഘങ്ങളും അടിയിൽ വെള്ളം. തൊട്ടപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മരങ്ങൾ നട്ടിരിക്കുന്നത് കാണാം. അതൊക്കെ വലുതായി വരുന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് കേട്ടോ. ഓക്കെ, അതിലപ്പുറത്തോടൊക്കെ ആളുകൾ നടന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴി സ്ട്രെയിറ്റ് നമുക്ക് നേരെ പോവാം. അതിൻ്റെ എൻഡിൽ ഈ ക്ലബിൻ്റെ ഒരു ഓഫീസും പരിപാടികളൊക്കെ എൻഡിൽ. അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൂടെ വരാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചവിട്ടണം, ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കുത്തി കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ടാറിട്ട റോഡിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പിള്ളേരൊക്കെ ചവിട്ടി വരുന്നുണ്ട്. നല്ല നൈസല്ലേ, അടിപൊളി റോഡാണ്, യാതൊരു കുണ്ടുമില്ല കുഴിയിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിള്ളേരുകളാണ് ഈ സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് വ്യൂ ഉണ്ട് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. കുറേ ആളുകളൊക്കെ രാവിലെ തന്നെ നടക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഒക്കെ സ്ട്രെച്ചാണ് കേട്ടോ വഴിയിട്ടാ. മാപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഇങ്ങനെ നൂറിട്ട് വരച്ച പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ മീനുണ്ടെന്നുള്ള കാര്യം അറിയില്ല, ചൂണ്ടിടുന്ന ആൾക്കാരൊന്നും കാണുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അറ്റത്തേക്ക് പോവാം. അറ്റത്ത് എന്തോ ഒരു സംഭവം, നമ്മളിങ്ങനെ വലിയ ട്രയൽ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ UK യിലുള്ളവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജോയിൻ ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ ചെറിയ ട്രയലുകളൊക്കെ നമുക്ക് പോവാം. ട്രയലിന് വേറെ നല്ല വലിയ റൂട്ടുകളൊക്കെ ഉണ്ട്. അല്ലാതും ഓഫിൻ്റെ സമയം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രയൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, കാറ്റടിക്കുന്നതാണ് ഭയങ്കര രസം. കുറേ പേരൊക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നു, തണുത്തിട്ടാന്ന് അറിയില്ല, ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് നേരെ പോവാട്ടോ. ഇവിടെയൊക്കെ ചെറിയ കസാരകളൊക്കെ എടുക്കുന്നുണ്ട്. കസാരല്ല, ബെഞ്ച് പോലൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കതൊക്കെ ക്രോസ് ചെയ്ത് അതൊക്കെ നമുക്ക് കിടക്കാം. നമുക്ക് ആരെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു നീനെ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UK ഉള്ളിൽ തന്നെ, പീറ്റർബറോയുടെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു റിസർവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുറേ മൃഗങ്ങളും
അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളൊക്കെ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ ബോട്ടിങ്, യാച്ചിങ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ക്രോസ് ചെയ്ത് നമുക്ക് കടക്കാം. നമുക്ക് ഓക്കെ. നമ്മുടെ എൻഡിലേക്ക് നമ്മൾ എത്തി. ഏകദേശം അവിടെ ചെറുതായിട്ട് ബോട്ടിങ്ങൊക്കെ കാണുന്നുണ്ട്. സെറ്റപ്പ് എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കി നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് താറാവുള്ള കളി. ഇവിടെ നമുക്ക് നിന്നിട്ട് ഇവിടെ അരയന്നങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അരയന്നങ്ങളൊക്കെ ഇങ്ങനെ ഫുഡ് അടിച്ചിട്ട് ഓഫായി നിൽക്കണമെന്ന് അറിയില്ല. ചെറിയ ഉഡായിപ്പ് നമ്മുടെ നാട്ടിൽ കിടന്ന ചാരത്താറാവ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ക്ലബിൻ്റെ സ്പേസ് കണ്ടോ. അപ്പോൾ നമുക്ക് നീങ്ങാൻ പതുക്കാൻ. നമുക്ക് തൊട്ട് ബാക്കിൽ കുറേ അരയന്നങ്ങൾ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അരയന്നങ്ങൾക്ക് തോന്നുന്നു രാവിലെ തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കാൻ സംശയമുണ്ട്. തൊട്ട് ബാക്കിൽ തന്നെ കാണാം കുറേ അരയന്നങ്ങൾ, ഇഷ്ടംപോലെ അരയന്നങ്ങൾ കാണാം ബാക്കിൽ. നമ്മുടെ ബാക്കിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ വന്ന സൈക്കിളും കേട്ടോ. നമുക്ക് ഓപ്പോസിറ്റ് നേരെ കാണുന്ന ആ എൻഡിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, ആ എൻഡിൽ അവിടെ ഒരു ഓഫീസ് ഉണ്ട്. ആ എൻഡിൽ നിന്ന് നമുക്ക് റൈറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്ന വഴി തന്നെ നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കടക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം. വേറെ അങ്ങനെ വലിയ മാരകമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. നമ്മൾ ചെറിയ സ്നാക്ക് എടുത്തിട്ടുണ്ട്. സ്നാക്ക് കഴിച്ചതിന് ശേഷം വീട്ടിൽ ചാർജ് നമ്മൾ വീണ്ടും വീട്ടിൽ തിരിച്ചു പോകും. ഓക്കെ, അരയന്നങ്ങൾ അതിന് തൊട്ടപ്പുറത്ത് ബാക്കിൽ താറാവിൻ്റെ കൂട്ടം കാണുന്നുണ്ട്. നമ്മളിവിടെ എൻഡിലേക്ക് എത്തിയിട്ടാ. ഈ താറാവുകൾ ബാക്കിലത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ വഴിക്ക് നേരെ സ്ട്രൈറ്റ് നമുക്ക് പോവാം. നമുക്ക് അരയന്നങ്ങളോടെ കാണാം. പതുക്കെ പോകണം കേട്ടോ അവിടെ കേട്ടോ. നമ്മളധികം അവർക്ക് ശല്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ പോണേ. അരയന്നങ്ങളൊക്കെ ഫുൾ ചില്ലിങ് ആണ് അവിടെ കേട്ടോ. അരയന കൊത്തോ പിടിച്ചിട്ട് അരയന്നങ്ങൾ താറാവുകളും ഫുള്ള് നിറച്ചിങ്ങനെ ഓരോരുത്തർ കുളി കഴിഞ്ഞ് കയറുന്നു, കുളി കഴിഞ്ഞ് ഇറങ്ങും. നമുക്ക് മുന്നിൽ തന്നെ ഉണ്ടോ അടിപൊളി ഒരു സാധനം നിൽക്കുന്നുണ്ട് കേട്ടോ. നോട്ടാൻ ശരിയല്ല കേട്ടോ. ചെറിയ 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 താറാവുകൾ കയറി വരണമെങ്കിൽ കിടൂല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ നീങ്ങാം. ബ്ലൂബെറിയുടെ ഒരു ചെറിയൊരു സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ട്രിപ്പിന് കയറുന്ന സമയത്ത് ഫുഡായിട്ട് ചെറുതായിട്ട് എന്തായാലും കരുതി പിടിക്കണം. ഒന്നും കഴിക്കാണ്ട് പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇത് കഴിക്കാം. പ്രാവുകൾ ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത, ശ്രദ്ധിച്ച് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി. ഓക്കെ, തിരിച്ച് പോയാലോ. ഇതിൽ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ വഴി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ നമുക്ക് നീങ്ങാട്ടോ. വഴിയില്ലെങ്കിൽ വെച്ചാൽ നമുക്ക് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. വഴിയുണ്ട്. ഓക്കെ, പീറ്റർബറോ സിറ്റി വാട്ടർ ക്ലബ് എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് വാട്ടറാണ്. ഓക്കെ, ഇവിടെ വഴിയൊക്കെ കാണാം. ഓക്കെ, അടിപൊളി വഴിയുണ്ട്. സൈക്കിളൊക്കെ നൈസായിട്ട് പോവാം. ഇവിടെയും ചെയറുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്പേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വഴിക്ക് നേരെ നമുക്ക് പോവാം അറ്റത്തേക്ക്. ഒക്കെ ടാറിട്ട വഴിയല്ല, അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിനെ തിരിച്ച് പോവായിരുന്നു. നമുക്കറിയില്ല ഏട്ടാ വഴി എങ്ങനെ ഉണ്ടെന്നുണ്ടാ. നൈസായിട്ട് അപ്പോൾ ഓപ്പോസിറ്റ് വഴിയുടെ പോവാണ് കേട്ടോ. ഇവിടെ എന്താ അത്ര വലിയ ദൂരത്തേക്ക് ഇത് വന്നിട്ടില്ല. ആകെ ജസ്റ്റ് ഒരു 4 മൈൽസ് 3.5 മൈൽസ് നമ്മൾ പോന്നിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മോണമെൻ്റ് പോലത്തെ എന്തോ ഒരു സുനാപ്പി വെച്ചിട്ടുണ്ട്. കൊക്ക് പോലൊരു സാധനം ഇരിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെറ്റ്സ് സീ ദാറ്റ്. എന്താ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോപ്പ് മെഡോസ് സ്കൾപ്ചറൽ ട്രെയിൽ. ഇത് ആർട്ട് വർക്കാണ് കേട്ടോ. ആർട്ടിസ്റ്റ് എലിസബത്ത്. മെറ്റീരിയൽ സ്റ്റീല്. 2000 ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആർട്ട് വർക്കാണ്. കൊള്ളാല്ലേ. വഴി അപ്പുറത്തെ ഓപ്പോസിറ്റോടെ നമ്മൾ വന്നു. തിരിച്ച് തൊട്ടോ പാരലായിട്ട് വേറൊരു വഴിയുണ്ട് വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റോടെ. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് നമ്മൾ പോകാൻ പോവാണ്. അടിപൊളി വഴിയാണ്. ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട്. യാതൊരു പ്രശ്നവുമില്ല. നേരം വെളുത്ത് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പം പതുക്കെ ഈ കാണുന്ന ഈ പക്ഷീനെ ഇവിടെ നമ്മൾ കണ്ട് സ്റ്റീലിൻ്റെ ഇവിടെ എഴുതി എന്താ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. സ്ട്രെയിറ്റ് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴികളിലൂടെ നമുക്ക് പോകേണ്ടതായിട്ട് വരും. അതിൽ നമ്മൾ തയ്യാറായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇപ്പോൾ ടാറിട്ട വഴി കിട്ടി, പക്ഷെ വലിയ മോശമില്ലാട്ടാ. അത്രയും കുണ്ട് നിറഞ്ഞ വഴിയെന്നല്ല, നൈസ് വഴി തന്നെയാണ്.
ഓക്കെ, നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ തന്നെ പോവാണ്. ഇത് എനിക്ക് തോന്നുന്നു നേരെ ഓപ്പോസിറ്റ് വരുന്ന വഴിക്ക് തന്നെയാണ് കയറി മുട്ടുന്നത്. വഴി കൂടുതലൊന്നുമില്ല. നമ്മളാ വന്നതിൻ്റെ ഒരു എൻഡ് ഏകദേശം എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് പോകണം ഓപ്പോസിറ്റ്. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ തന്നെ പോകാൻ വഴി എത്തിയിട്ടില്ല. ഇവിടെ കാമുകന്മാർ ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കൊരു ശല്യമായൊന്നുമില്ല. അവരെല്ലാം ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാണ്. ഓക്കെ, അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് പ്രായമായ കപ്പിൾസ് രണ്ടുപേരും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവനമ്മാവി. ഓക്കെ, നമുക്ക് കീപ് ഗോയിങ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ വഴി ആയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമുക്ക് നേരിട്ടിട്ട് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വന്ന വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. എവിടെയാണ് വഴി? നമ്മുടെ വഴി കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എൻഡിൽ നിന്ന് എത്തി തിരിച്ച് എൻഡിലേക്ക് തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വെയിലിതേ വീണ്ടും ആകാശത്ത് ഉദിച്ചുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അധികം കളയാനില്ല, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലടിച്ച് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു ട്രെയിലായിരുന്നു, സോളോ ട്രെയിലായിരുന്നത്. നമ്മൾ ബൈസിക്കിളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്വന്തം റോഡ് സൈക്കിളിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആക്ച്വലി ഈ സ്ഥലം നമ്മൾ മുന്നേ അത്ര അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് വരെ വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നാണ് നമുക്ക് ഇതിൻ്റെ അവസരം കിട്ടിയത്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇനിയും സ്ഥലങ്ങൾ കുറേ കാണാനുണ്ട്. ഇതുപോലത്തെ ഇപ്പോൾ സോളോ ട്രിപ്പുകൾ ഇടയിലിടയിൽ വെച്ചിട്ട് നമ്മുടെ ചാനലിൽ, എൻ്റെ പേരിലുള്ള ചാനലിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണാൻ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പുകളും സോളോ ട്രിപ്പുകളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഫോളോ ചെയ്യാം. ട്രാവലെന്നും ട്രിപ്പ് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ആണല്ലോ. അപ്പോൾ ഫ്രീഡത്തിന് വേണ്ടി നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീഡത്തിനുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം സിക്കൽ ടു മണിയാണ്. അപ്പോൾ നമുക്ക് മണി സൈഡിൽ വേണം, ഫ്രീഡം ഒരു സൈഡിൽ വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നെട്ടോട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഫ്രീഡം നമുക്ക് മാക്സിമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അത് നമ്മൾ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ പ്ലാനുകൾ, പുതിയ പുതിയ ഐഡിയകൾ നമ്മുടെ മനസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനലിൽ നമ്മുടെ കരിക്കുലർ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വേറൊരാൾക്ക്, അതായത് നമ്മളൊരു ഏത് സാധനം ചെയ്താലും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്തു. ഡെലിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫ്രീ ടൈം വീണ്ടും അസ്വദേരമാക്കാൻ പോവാണ്. അപ്പോൾ പുതിയ പ്ലാനുകൾ, പുതിയ പദ്ധതികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്, നമുക്കൊരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മണി ഈസ് ഈക്വൽ ടു ഫ്രീഡം. അപ്പോൾ നമുക്ക് മാക്സിമം മണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫ്രീഡം കിട്ടും. അപ്പോൾ ഫ്രീഡം നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ സോളോ ട്രിപ്പുകൾ, പരിപാടികൾ നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ തന്നെ ചില സമയത്ത് പുതിയ വീഡിയോസ് വരാം. പുതിയ ബിസിനസ് പരമായിട്ടുള്ള എൻ്റർപ്രണർഷിപ്പ് പരമായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യും. പുതിയ ഐഡിയകൾ വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത്. പക്ഷേ അറ്റ് ദ എൻഡ് നമ്മുടെ ഈ ചാനലിൽ സോളോ ട്രിപ്പുകളായിരിക്കും കൂടുതലുണ്ടായിരിക്കും, ട്രിപ്പുകളുണ്ടായിരിക്കും. അവിടെ തന്നെ ബിസിനസ്സിലെ എൻ്റർപ്രണർഷിപ്പ് പരമായിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ, ജസ്റ്റ് എ ബിഗിനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും